പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല അടിപൊളി ദോശ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എനിക്ക് ഏകദേശം ഒരു 1.25 കപ്പോളം വെള്ളം ആയിട്ടുണ്ട്. വെള്ളം നമുക്കൊഴിച്ച് ഏത് കപ്പിലാണോ അരിപ്പൊടി എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ വെള്ളം അളന്നെടുക്കുക. അതിനുശേഷം നല്ലപോലെ ലൂസായിട്ട് തന്നെ ഈ മാവ് ഒട്ടും കട്ടകളില്ലാതെ കലക്കിയെടുക്കുക. വെറും വെള്ളം പോലെ വേണം ഈ മാവ് ഇരിക്കാനായിട്ട്. നല്ലപോലെ കട്ടയില്ലാതെ നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 1.25 കപ്പിൽ കൂടുതൽ വെള്ളം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സവാള പൊടിയായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും, ഇനി നമുക്കൊരു 2 പച്ചമുളക് ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. കാണുമ്പോൾ തന്നെ അത് വെറും വെള്ളം പോകണൊക്കെ ആയിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ വേണം നമുക്ക് മാവ് ഒന്ന് കലക്കിയെടുക്കാൻ. കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ വീണ്ടും ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒത്തിരിയും കട്ടിയൊന്നും പാടില്ല. പാൻ അടുപ്പത്ത് വെച്ച് പാന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാവ് എടുക്കുമ്പോൾ മാവ് നല്ലപോലെ ഇളക്കി കലക്കി വേണം മാവ് എടുക്കാൻ. അല്ലെങ്കിൽ നമ്മളിട്ട അരിപ്പൊടി അടി പടിഞ്ഞിരിക്കുകയും ചെയ്യും, വെള്ളം മാത്രമേ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാവ് എപ്പോൾ കോരിയെടുക്കുമ്പോഴും ഓരോ പ്രാവശ്യം കോരുമ്പോഴും മാവ് നല്ലപോലെ കലക്കി തന്നെ കോരിയെടുക്കുക. ഇനി ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. അടിപൊളി ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, ഇതല്ലെങ്കിൽ നമുക്ക് മറിച്ചിട്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല പഞ്ഞു പോലത്തെ ദോശ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരെണ്ണം കൂടെ ഞാൻ ഒഴിച്ച് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒത്തിരി സമയമൊന്നും വേണ്ട. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ദോശ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ്. നല്ല മുരിഞ്ഞ ദോശയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എടുക്കുക. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് മറിച്ചിട്ട് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒരു ലൈക്ക് തരാനും പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഞാനിതിപ്പോൾ മറിച്ചിട്ടെടുക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അതാത് സമയം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായാലൊന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റൊക്കെ കാണുമ്പോഴാണ് വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഒത്തിരി സ്നേഹമുണ്ട്. തുടർന്ന് നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. നല്ല രസമാണ് കഴിക്കാൻ. അപ്പോൾ ഒന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ. വളരെ എളുപ്പമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.